ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ജിയുടെ ഒരു CRT TV പവർ സപ്ലൈ കംപ്ലൈന്റ് എങ്ങനെ പവർ സപ്ലൈ നമുക്ക് SCRന്റെ കംപ്ലൈന്റ് ഒക്കെ കണ്ടുപിടിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൽ ജിയുടെ TVയിൽ മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് TVകളിലും സർവീസ് ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. മറ്റ് TVകളുടെ SMPSകൾ നമുക്ക് ഇതുപോലെ തന്നെ സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൽ ജി TVയുടെ മറ്റ് കംപ്ലൈന്റുകളുടെ വീഡിയോ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നമുക്ക് എൽ ജിയുടെ വേറെ കംപ്ലൈന്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ്. എൽ ജി ഫ്ലാറ്റ് ആണ് TV, CRT TV ഫ്ലാറ്റ് ആണിത്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്താൽ ഞാൻ സെറ്റ് കുത്തി ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് പവർ ലൈറ്റ് ഇല്ല, ഡെഡ് കണ്ടീഷനിലാണ് നമ്മുടെ സെറ്റ്. ഡെഡ് കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഫ്യൂസ് ആണ്. നമുക്ക് ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഫ്യൂസിന്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്യൂസിന്റെ പോയിന്റിൽ നമ്മുടെ മീറ്റർ വെച്ചു. ഫ്യൂസ് നമുക്ക് ഓപ്പൺ ആണ്, നമുക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പം നമ്മുടെ ഫ്യൂസ് ഓപ്പൺ ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഫ്യൂസ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി സൈഡിൽ എന്തെങ്കിലും ഒരു ഷോർട്ടിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് മിക്കവാറും നമ്മുടെ ഈ ഫ്യൂസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൈമറി സൈഡിലെ മെയിൻ ഫിൽറ്ററിൽ തന്നെ നമുക്ക് ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ മെയിൻ ഫിൽറ്ററിന്റെ 2 പോയിന്റിൽ നമ്മൾ മീറ്റർ വെക്കുമ്പോൾ ഇവിടെ മീറ്ററിൽ നമുക്ക് ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഏതോ ഒരു ഐറ്റം നമുക്ക് ഷോർട്ടിങ് ആണ്. അപ്പോൾ അതേതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെക്ടിഫയർ ഉണ്ട്. ഈ റെക്ടിഫയർ ഷോർട്ടിങ് വരാം, അല്ലെങ്കിൽ നമ്മുടെ STR ഷോർട്ടിങ് വരാം. ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് പോയിന്റുകളിലും നമ്മൾ മീറ്റർ വെച്ചാൽ നമുക്ക് ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. ഇത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് പോയിന്റ് ആണ്. ഈ പോയിന്റിൽ പോസിറ്റീവ് നെഗറ്റീവ് അവിടെ നമ്മൾ മീറ്റർ വെച്ചാലും നമുക്ക് ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെക്ടിഫയർ ആണോ ഷോർട്ടിങ് എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അതോ അവിടെ STR ആണോ അതോ വേറെ എന്തെങ്കിലും ചെറിയ കമ്പോണൻസ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ റെക്ടിഫയർ ഷോർട്ടിങ് ആണോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. അതിന് നമ്മുടെ ഈ റെക്ടിഫയറിന് മെയിൻ ഫിൽറ്ററിൽ വന്നിട്ട് ആ പോസിറ്റീവ് പോയിന്റ് തന്നെ നമ്മുടെ SN ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന ഇവിടെ ഒരു ജമ്പർ ഉണ്ട്. ഈ ജമ്പർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം. അതുവഴി നമ്മുടെ STRലേക്കുള്ള കണക്ഷൻ ഒഴിവാകും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റെക്ടിഫയർ ആണോ പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ പോയിന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ജമ്പർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിൽറ്ററിൽ നമ്മുടെ ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കണം. ഫിൽറ്റർ ഷോർട്ടിങ് ഉണ്ടെങ്കിൽ നമ്മുടെ റെക്ടിഫയർ കംപ്ലൈന്റ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ ഫിൽറ്ററിൽ ഷോർട്ടിങ് ഇല്ല. നമ്മുടെ റെക്ടിഫയറിന്റെ പോയിന്റിൽ ഷോർട്ടിങ് നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ റെക്ടിഫയർ അല്ല പ്രശ്നം. റെക്ടിഫയറിലൊക്കെ നമുക്ക് ഓംസ് ആണ് വന്നത്. അപ്പോൾ നമ്മുടെ റെക്ടിഫയർ അല്ല പ്രശ്നം. അത് കഴിഞ്ഞിട്ട് SN ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ STRO അവിടുത്തെ ചെറിയ കമ്പോണൻസോ ആവും നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്തിരുന്ന ജമ്പറിൽ നമ്മൾ തിരിച്ച് സോൾഡർ ചെയ്തു. ഇനി STRന്റെ നെഗറ്റീവ് പോസിറ്റീവ് കാലുകളാണിത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ് വരുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് കാല് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഈ ഷോർട്ടിങ് ഒഴിവാവുന്നുണ്ടോ എന്ന് നോക്കണം. ഒഴിവാവുന്നുണ്ടെങ്കിൽ ഈ STR കംപ്ലൈന്റ് ആണ്. STRന്റെ ലെഗ് നമുക്ക് ഈ നെഗറ്റീവ് ലെഗ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ CRT TVയുടെ കംപ്ലൈന്റ് വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമ്മളെ നെഗറ്റീവ് പോയിന്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ ഫിൽറ്ററിൽ ഷോർട്ടിങ് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ STR ചേഞ്ച് ചെയ്യണം.
ഈ STRന്റെ ലെഗിൽ നമ്മൾ വെച്ചാൽ ഇപ്പോഴും നമുക്ക് ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ STR തന്നെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ STR നമുക്കൊന്ന് മാറണം. അപ്പോൾ നമുക്ക് ഈ STRനെ ഇളക്കിയെടുക്കാം. ഇത് STR ഇളക്കണമെങ്കിൽ ഇളക്കി സ്ക്രൂ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഫിൽറ്റർ ഇളക്കണം, അല്ലെങ്കിൽ ആ STR ഹീറ്റ്സും കൂടെ ഇളക്കിയെടുക്കണം. ഞാൻ ഈ ഫിൽറ്റർ ഇളക്കിയിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ STR W6554. ഇതിൻ്റെ പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും, ഇതിൻ്റെ പ്ലസ് വരുന്ന ലെഗും മൈനസ് വരുന്ന ലെഗും തങ്ങൾ ഷോട്ടിംഗ് ആണ്. ഇത് STR കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 6554 ഒന്ന് മാറ്റിയിടണം. ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന STR W6553 ആണ്. W65 തുടങ്ങിയാൽ സെക്കൻഡ് നമ്പർ ഇപ്പം 54 53 അത് ഏതായാലും പ്രശ്നമില്ല. W65 ഫസ്റ്റ് 2 ലെറ്റേഴ്സ് അത് നമുക്ക് കറക്റ്റ് ആയിരിക്കണം, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ STR നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലെഗ്സ് ഒന്ന് സോൾഡർ ചെയ്യാം. ഇനി നമ്മൾ ആ സ്ക്രൂ ഇളക്കാൻ വേണ്ടി ഇളക്കി ഫിൽറ്റർ തിരിച്ച് സെറ്റ് ചെയ്യണം. ആ ഫിൽറ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി STRന്റെ അടുത്തുള്ള പോയിന്റുകളിൽ ലൂസ് കണക്ഷൻ ഉണ്ടോ നോക്കി അതൊന്ന് ഡ്രൈ അടിച്ചേക്കുക. എനിക്ക് വലുതായിട്ട് ഡ്രൈ ഒന്നും കാണുന്നില്ല, എന്നാലും ചെറിയ 1-2 പോയിന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് വാഷ് ചെയ്തിടാം. തിന്നർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യുന്നത്. നമ്മൾ STR സോൾഡർ ചെയ്തപ്പോൾ അതിൻ്റെ ലെഗുകളൊന്നും തങ്ങളിൽ ഷോട്ടിങ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് നമ്മുടെ ഈ മെയിൻ ഫിൽറ്ററിൻ്റെ അവിടെ നമുക്ക് ആദ്യം ഷോട്ടിങ് ആയിരുന്നു. നമ്മൾ ഈ സെറ്റ് കംപ്ലൈൻറ്റ് നോക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം നമുക്കിവിടെ ഷോട്ടിങ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ സീരിയൽ കൊടുത്തിട്ടാണ് സെറ്റ് ഓൺ ചെയ്ത്. നമ്മൾ ഫ്യൂസ് മാറ്റിയിട്ടില്ല, നമ്മുടെ ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആദ്യമേ ഓപ്പണായി നമ്മൾ ചെക്ക് ചെയ്ത ഓപ്പൺ ആയിട്ടിരുന്ന ഫ്യൂസാണ്. പകരം ഒരു ഫ്യൂസ് കൂടെ മാറ്റിയിടണം. നമ്മൾ പുതിയൊരു ഫ്യൂസ് കൂടെ ഇടുന്നു. അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സീരിയൽ കൊടുത്താണ് ഓൺ ചെയ്യുന്നത്. ഇതേ സെറ്റ് ലൈറ്റ് കത്തിയിട്ടുണ്ട്, പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡയറക്റ്റ് കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഞാനൊന്ന് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ LED ബ്ലിങ്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഔട്ട്പുട്ട് സൈഡ് കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ STR സൈഡ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ, അതായത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് നമ്മുടെ വെർട്ടിക്കൽ സൈഡ് അല്ലെ 180 ലാൻഡ് സൈഡ്, അത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഷോട്ടിംഗ് ആണ്. ഇത് നമ്മുടെ 180 ലൈനിലെ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 470 ഓക്കെ ആണ്. ഇനി അടുത്ത വെർട്ടിക്കൽ പ്ലസ് വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 472. ഓക്കെ, അടുത്തത് വെർട്ടിക്കൽ മൈനസ് വോൾട്ടേജ് ആണ് 255. ഓക്കെ, ഈ ലൈനാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. ഇത് മിക്കവാറും IC തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ്. ഞാൻ ആ ലെഗ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഒന്ന് നോക്കാം. ഇത് വെർട്ടിക്കൽ കംപ്ലൈൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇത് ഈ സെറ്റ് ജസ്റ്റ് ഓസിലേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓസിലേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെർട്ടിക്കലി വരുന്ന വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഡയോഡ് ഓക്കെ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. -14 വോൾട്ട്. അപ്പോൾ നമ്മുടെ ഡയോഡും ഓക്കെയാണ്. ഇനി ഈ IC മാറ്റിയിട്ടാൽ നമ്മുടെ സെറ്റ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ അത് ഈ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ വെർട്ടിക്കലിൻ്റെ വേറെ കംപ്ലൈൻറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കാണാം. ഇപ്പോൾ നമ്മുടെ ഈ സെറ്റ് നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.